എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ ദേവാലയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരുക്കപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതാണെന്ന് മനസ്സിലായോ? ചാലക്കുടിയിൽ നോർത്ത് ചാലക്കുടി പള്ളിയിൽ ഒരു പള്ളിയുണ്ട്. കിഴക്കേ പോട്ടപ്പള്ളിയെന്ന് പണ്ട് പറയും. ഇപ്പോൾ അത് നോർത്ത് ചാലക്കുടി പള്ളിയാണ്. തിരുക്കുടുംബ പാലകനായിട്ടുള്ള ഔസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള കുടിയിരുത്തി പുണ്യാളൻ്റെ പെരുന്നാളാണ് ഇവിടെ ആഘോഷിക്കാൻ പോകുന്നത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇടവകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ഔസേപ്പിതാവിൻ്റെ തിരുനാൾ. അത് ഊട്ട് തിരുനാളായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഞായറാഴ്ചയാണ് ഊട്ട് തിരുനാൾ നടക്കുന്നത്. വലിയ ആഘോഷ പരിപാടികളാണ് നോർത്ത് ചാലക്കുടി പള്ളിയിൽ നടക്കുന്നത്. നിങ്ങളേവരെയും ഈ പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഊട്ട് നേർച്ചയ്ക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഹാർദമായിട്ട് ഈ ദേവാലയ അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിവിധ പരിപാടികളുണ്ട്. ഊട്ട് നേർച്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിലെ കർമ്മങ്ങൾക്ക് ശേഷം വൈകിട്ട് കൊച്ചിൻ കലാഭവൻ്റെ ഗാനമേളയുണ്ട്. അപ്പോൾ പരിപാടി ആകെ ടോട്ടൽ മൊത്തത്തിൽ ഭക്തി നിർഭരവും ആഘോഷപൂർണവുമാണ് നോർത്ത് ചാലക്കുടി പള്ളിയിലെ തിരുനാൾ ആഘോഷം. അപ്പോൾ ഔസേപ്പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ മാധ്യസ്ഥം യാചിക്കാനും അനുഗ്രഹങ്ങൾ നേടുവാനും വേണ്ടി നോർത്ത് ചാലക്കുടി പള്ളിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നന്ദി, നമസ്കാരം. ഓരോ തിരുനാളുകളും സമൂഹത്തിന് നൽകുന്ന വലിയ സന്ദേശമുണ്ട്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇമ്പമുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മകളാണ് ഓരോ ഇടവക സമൂഹത്തിലും പ്രതിഫലിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ കുടുംബങ്ങളുടെ അടിത്തറ ചിന്തനീയമാണ്. അണുകുടുംബങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പുതുതലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കാൻ തിരുനാൾ ആഘോഷങ്ങൾ ഏറെ സഹായകമാണ്. കിഴക്കേ പോട്ടാപ്പള്ളിയെന്ന് പഴയ തലമുറയും നോർത്ത് ചാലക്കുടി പള്ളിയെന്ന് ഇപ്പോൾ രേഖകളിൽ പറയുന്നതുമായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ വിവിധങ്ങളായ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. കൂട്ടായ്മയിലും സന്തോഷത്തിലും അധിഷ്ഠിതമായി കുടുംബങ്ങളുടെ ഒത്തുചേരലുകളാണ് നോർത്ത് ചാലക്കുടി പള്ളിയിൽ സാധാരണ നടക്കാറ്. ഈ ഇടവകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഊട്ടുതിരുനാൾ. ദൈവഹിതം ശിരസാവഹിച്ച തിരുകുടുംബ പാലകനായ വിശുദ്ധ ഔസേപ്പിതാവ് കുടുംബങ്ങളുടെ മധ്യസ്ഥനും കുടുംബനാഥന്മാരുടെ മാതൃകയുമാണ്. നീതിമാനും തൊഴിലാളി മധ്യസ്ഥനുമായ വിശുദ്ധൻ ഈ ഇടവകയ്ക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആശ്രിതർക്ക് ആശ്വാസവും സംരക്ഷകനുമായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഊട്ടുതിരുനാൾ ആഘോഷമാണ് ഇന്ന് ഞായറാഴ്ച നടക്കുന്നത്. സമ്പത്തിനോട് ആഗ്രഹമില്ലാത്തവനായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവ്. തൊഴിലിന് കൊടുക്കുന്ന കൂലി കൊണ്ട് അദ്ദേഹം തൃപ്തനായി. ദൈവത്തിലുള്ള അചഞ്ചലമായ പ്രത്യാശയാണ് വിശുദ്ധ ഔസേപ്പിനെ നയിച്ചിരുന്നത്. ആകാശത്തിലെ പറവകളെ പോറ്റുകയും വയലിലെ ലില്ലികളെ അലങ്കരിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പൈതൃക പരിലാളനയിൽ പരിപൂർണ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അധ്വാനപൂർണവും ക്ലേശഭൂയിഷ്ടവുമായ ജീവിതമാണ് വിശുദ്ധ ഔസേപ്പിതാവ് നയിച്ചത്. യേശുവിൻ്റെ വളർത്തച്ഛനും ആഗോള സഭയുടെ മധ്യസ്ഥനുമായി തീർന്ന ഒരു തൊഴിലാളിയായ വിശുദ്ധ ഔസേപ്പിതാവിനെ ഈ ദിനത്തിൽ ആദരിക്കുന്നത് ഏറെ അനുഗ്രഹദായകമാണ്. നോർത്ത് ചാലക്കുടി പള്ളിയിലെ ഈ ഊട്ടുതിരുനാൾ ആഘോഷത്തിലേക്ക് എല്ലാ വിശ്വാസികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നോർത്ത് ചാലക്കുടി പള്ളിയിലെ കുടിയിരുത്തിയ പുണ്യവാൻ്റെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ഞായറാഴ്ച 5-ാം തീയതി ആഘോഷിക്കുന്നത്. തൊഴിലാളി മധ്യസ്ഥനായിട്ടുള്ള ഔസേപ്പിതാവിനെയാണ് നമ്മളിവിടെ കുടിയിരുത്തിയിരിക്കുന്നത്. തൊഴിലാളി മധ്യസ്ഥൻ തൊഴിൽ ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകം പരിഗണിക്കുകയും അവർക്ക് അനുഗ്രഹങ്ങൾ വാരിച്ചോരി കൊടുക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഔസേപ്പിതാവാണ്. ഒരുപാട് പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള തിരുനാളാണ്. ഈ തിരുനാൾ ഊട്ട് തിരുനാളായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഊട്ട് തിരുനാളിനെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 5-ാം തീയതി കാലത്ത് 9 മണിക്ക് വിശുദ്ധ കുർബാന, അതിനെ തുടർന്ന് ഊട്ടിൻ്റെ വെച്ചിരിപ്പും ഭക്ഷണം കൊടുക്കലുമാണ്. കുടുംബങ്ങളുടെ നാഥൻ എന്ന നിലയിൽ കുടുംബത്തെ തീറ്റിപ്പോറ്റിയ ഔസേപ്പിതാവിനെയാണ് പ്രത്യേകമായിട്ട് ഓർക്കുക. അന്നേ ദിവസം കുട്ടികൾക്ക്, ശിശുക്കൾക്ക് ചോറൂണ് പരിപാടിയും ഇവിടെ പള്ളിക്കകത്ത് വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരെയും സന്തോഷം
സന്തോഷത്തോടുകൂടെ സ്വാഗതം. ഏകദേശം 5000-ഓളം പേർക്ക് നമ്മൾ ഊട്ട് സദ്യ ഇവിടെ ഒരുക്കുന്നുണ്ട്. കൂടാതെ വരുന്നവർക്ക് വേണ്ടിയിട്ട് അതിലും കൂടുതൽ പേര് വരികയാണെങ്കിൽ അവർക്കുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പാടാക്കുന്നു.